അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മളൊരു ട്രിപ്പ് പോയി, പല രാജ്യങ്ങൾ കണ്ടു. എല്ലാ രാജ്യങ്ങളിലും കുറേശ്ശെ വീഡിയോകൾ ഞങ്ങൾ സന്ദർശിച്ചൊക്കെ കാണിച്ചു. ഇനി വിശദമായിട്ട് ഓരോ രാജ്യങ്ങളിലെയും കാര്യങ്ങളില്ല വേണം. അറിഞ്ഞാൽ വരില്ല കേട്ടോ. ഇഷ്ടപ്പെട്ട വഴി ഉണ്ടാക്കി അവരെ കഷ്ടപ്പാട്, അതേപോലെ തന്നെ എങ്ങനെ അത് പ്രവർത്തിക്കുന്നു അതൊക്കെയാണ് കഴിവറക്കിട്ട് കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവം ക്ഷമയുള്ളവർ കണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു. ഞാൻ ഒന്നാമതൊരു മ്യൂസിക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ബോഗിലേക്കുള്ള ആൾക്കാരാണ് ഇതിൽ. അവരായി കഴിഞ്ഞപ്പോൾ അവർ ഓൾറെഡി ഇത് അടച്ചു കഴിഞ്ഞു ബോഗി. എന്താ ഞങ്ങൾക്ക് പോകാനുള്ള ശകലം വരുന്നുണ്ട് അറിയാലോ. സൗണ്ട് അവനെങ്ങനെങ്കിലും പറന്നിറങ്ങും. എയർ ഇന്ത്യ ഇറങ്ങണ മാതിരി, ഗൾഫ് എയർ ഇറങ്ങണ മാതിരി അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി തൽക്കാലം വീഡിയോ പിടിക്കില്ല. ഇത് എത്തിക്കഴിഞ്ഞാൽ നിർത്തണ പരിപാടി. ബാറ്ററിയൊക്കെ തീരാറായി. എങ്ങനെയെങ്കിലും ഒരു ശകലം ഉണ്ടാക്കി വെച്ചേക്കല്ല കേട്ടോ. എൻ്റെ ഭംഗി നോക്കി എല്ലാവരും ഡാനം ഉണ്ടാക്കി, നമ്മളും ഒരു ഡാനം ഉണ്ടാക്കി. കടന്നു പോകുന്നല്ലാണ്ട് അതിൻ്റെ ഭംഗിയൊന്നുമില്ല. ഇതങ്ങനെയല്ല കേട്ടോ. അതെ വന്നു ഒരു സൈഡിൽ ഒരെണ്ണം വരും, മറ്റു സൈഡിൽ വേറെണ്ണം വരും, കയറി ഇറങ്ങി പോകും. അവനിങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ റോപ്പ് ചുറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ സ്റ്റോപ്പിൽ വന്നപ്പോൾ കഥകൊന്ന് തുറന്നുകൊണ്ടാ. അപ്പോൾ വിവരം മനസ്സിലായി, ആടി കൊട്ടാൻ തുടങ്ങി. ആ കറങ്ങണ വീലെങ്ങാൻ നിന്ന് പോയാൽ എല്ലാവരും എയറിൽ ഇങ്ങനെ നിൽക്കും. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഉണ്ടോ? സ്ഥലം ഒന്ന് മാറിക്കണ്ട. ഇപ്പോഴാണ് അതിന്റെ ഭീകരത മനസ്സിലാവണേ. ഇതുവരെ തിരിഞ്ഞു പറഞ്ഞിരിക്കായിരുന്നു. ഐസ് മല എന്ന് പറഞ്ഞ ഐസ് മല തന്നെയായി. ഐസ് കണ്ട റഹീലു ഐസ് വാരന്റെ അന്ന് എന്താണ്ടൊക്കെ കളിക്കാനായിട്ട് വന്നാണ്. ഈ സംഭവം ചെന്ന് നിക്കണത് ഒരു പാറക്കെട്ടിന്റെ മുകളിലാണ്. കാണുമ്പോ ഉണ്ടല്ലോ കിളി പറക്കണം, കിളി പറക്കണം. ഈ മഞ്ഞ് കൂടി നിൽക്കുന്ന സ്ഥലം കണ്ട അങ്ങോട്ടത്, അവിടേക്കാണ് നമ്മള് ചെല്ലണേ. ഞാൻ കരുതി ഈ പാറക്കെട്ടിന്റെ കയ്യിൽ അങ്ങോട്ട് നിർത്തുന്നു. ഇവിടെ അങ്ങനെ നിർത്തില്ല. ഇതൊന്നും ഇട്ടിട്ട് സൂപ്പർ. കണ്ണടച്ചിരുന്ന ഒരു പ്രശ്നമില്ല. നോക്കിയിരുന്നാലേ അതിന്റെ ഭീകരത മനസ്സിലാവും. വല്ലാത്തൊരു ഭീകരത മക്കളെ. കാശ്മീർ പോണത് കാശ്മീരിന്റെ ഭംഗിയൊന്നും വേറെ. അവിടെ ആപ്പിള് മുന്തിരി ഓറഞ്ച് അതൊക്കെ വേറെ ഉണ്ട്. ഞാൻ കരുതി ഈ ബർബുഡ ടയങ്ങൾ നമ്മൾ ഇറങ്ങാൻ പോണെന്ന്. ഇവിടെ അല്ലാട്ടോ. അതേ ഇത് കണ്ട കൊച്ചുമാതിരി സാധനം പോണ ആ ഐസിന്റെ നടിയിലേക്കാണ് ചെന്ന് കയറാൻ പോണേ. ഇതൊക്കെ ആരപ്പോ കണ്ടുപിടിച്ചു? ഇവന്റെ തലയൊക്കെ ഉണ്ടല്ലോ. ഓ ഭയങ്കര തല. ശരിക്കും വിന്ററിൽ ഇത് കണ്ട, ഇതൊക്കെ ശരിക്കും വിന്ററിൽ ആൾക്കാർ ഏറ്റവും ടോപ്പിൽ നിന്ന് സ്കീ ചെയ്ത് താഴത്തേക്ക് ഒറ്റയ്ക്ക് വരുന്ന സ്ഥലങ്ങളാണ്. അതായത് അവിടെ കാണാൻ പറ്റും. അതായത് അവരെങ്ങനെ പൊക്കിക്കൊണ്ടുവരേണ്ട സംഭവങ്ങളുണ്ട്. അവർക്ക് കയറി പോകാനുള്ള വഴികളാണ് അതൊക്കെ. അങ്ങനെ കൊണ്ടുപോയി അവിടെ നിന്ന് ആ മുകളിലില്ലേ, ആ മുകളിലെത്തിയിട്ട് അവിടെ നിന്നാണ് ഇവര് സ്കീ ചെയ്ത് താഴത്തേക്ക് അങ്ങോട്ട് പോകും. ക്യാപ്റ്റൻ ഞാൻ ഫുൾ എനിക്ക് വേണ്ട. ഇതൊക്കെ മഞ്ഞുമലയാണ്. അവിടെ ആയിട്ട് ഇപ്പൊ കണ്ട പുഴയ്ക്കൻ ഇവിടെ നിന്ന് കയറിയിട്ട് നമ്മള് അതിലങ്ങ് പോണം.
തണുക്ക് ഇതിന്റെ അകത്ത് തണുപ്പ് വന്നിട്ടില്ല. തോന്നലല്ലേ ഇത് വല്ലാത്തൊരു ടെക്നോളജി, വല്ലാത്തൊരു സ്ഥലം, മായാലോകം. ആ ഇന്ത്യയുടെ എംബ്ലം. അയ്യോ അച്ഛനെ കണ്ടില്ല. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ അപ്പുറത്ത് ഇന്ത്യയിലെ അമ്പലം ഉണ്ടെന്നാ പറയണേ. ഓരോ രാജ്യങ്ങളുടെ ഫ്ലാഗ്. മറക്കില്ല ഒരിക്കലും കേട്ടോ. കാലത്ത് യോഗയ്ക്ക് ഇരിക്കുമ്പോഴേ പ്രാണായാമത്തിൽ ഞങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സൗഖ്യം ഉണ്ടല്ലോ, പറഞ്ഞിരിക്കാൻ വയ്യ. വേണ്ട, നമ്മള് ഈ കലണ്ടറിൽ അല്ലെങ്കിൽ കടലാസിലൊക്കെ കണ്ടല്ലേ, അല്ലെങ്കിൽ സിനിമയിലൊക്കെ വരച്ചുണ്ടാക്കിയത്. ഹിന്ദി സിനിമയിലേക്ക് ഇത് വരച്ചുണ്ടാക്കിയ ദൃശ്യമല്ല, ഒറിജിനൽ മഞ്ഞാട്ടോ. ഒരു ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ കോരിയിട്ടാൻ കുടിക്കായിരുന്നു, ഇച്ചിരി പറ്റത് വെച്ചിട്ട്. തണുപ്പം മാറി കിട്ടിയാലേ. ഈ വമ്പം മല കേറി അതിന്റെ മുകളിൽ കൂടെയാണ് പോണത്. കാലത്ത് 4:30ക്കാണത് അവിടെ നിന്ന് കയറ്റി വീട്ടിൽ നിർത്തുള്ളൂ. ഒരു 6 മണി 7 മണി വരെ ഇതിങ്ങനെ പൊക്കോണ്ട്. ഒരു മിനിറ്റിൽ ഒരു ബോക്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ബോക്സിൽ 8 ആളുണ്ട്. അപ്പോ എന്തായിരിക്കും സ്ഥിതി? എത്ര ബോക്സുകൾ പോയിക്കൊണ്ടിരിക്കണേ? അപ്പോ $100 വെച്ച് ഒരാൾക്ക് അങ്ങ് പോവാണ്. വെള്ളം ഒരുക്കി വന്ന് സ്വർഗം കിടക്കുന്നത് താണിറങ്ങി വന്നുള്ള പാട്ട് ഞാൻ പാടില്ലേ, ശരിക്കും സ്വർഗം താന്ന് വന്നത് ഇവിടെയാണ്. ഇതിനകത്ത് ഇത് കൂടെ അടുത്ത പോയിന്റ്. ഇതിന് വേറെ റേറ്റ് ആണ്. ഇവിടെ വരെ ഇത് വേറെ ഒരു പോയിന്റ് ആണ്. ഞാൻ തോന്നി എന്റെ ബ്രേക്ക് ചവിട്ടി കിട്ടില്ലാന്ന്. അത്ര സ്പീഡിൽ വന്ന് അവനങ്ങ് നിന്നു. ഒരു സൈഡ് തുറന്നു. 2428 2428 മീറ്റർ. ഇനി ഒരു 1/2 കിലോമീറ്റർ